CPM-നെ കടന്നാക്രമിച്ച മുസ്ലിം ലീഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടുക എന്ന തന്ത്രമാണ് CPM പയറ്റിയത്. CPM ജനങ്ങളെ ജാതീയമായും മതപരമായും ഭിന്നിപ്പിച്ചു. ആത്മവിശ്വാസക്കുറവാണ് CPM-നെ വർഗീയ പ്രചാരണത്തിന് പ്രേരിപ്പിച്ചത് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. അതേസമയം സമസ്തയുമായി ഒരു പ്രശ്നവുമില്ലെന്നും ലീഗ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, വിവരങ്ങൾ. ഇന്ന് കോഴിക്കോട് വെച്ച് നടന്ന ലീഗിന്റെ സംസ്ഥാന സമിതി ഭാരവാഹി യോഗത്തിന് ശേഷമായിരുന്നു മുസ്ലിം ലീഗിന്റെ ഭാഗത്തു ഇത്തരത്തിലുള്ള പ്രസ്താവന നടന്നത്. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും CPM വിഭാഗീയത അല്ലെങ്കിൽ വർഗീയത പരത്തിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും CPM നടത്തിയതുമെന്നാണ് PMA സലാം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. വടകരയിലും കോഴിക്കോടുമടക്കം ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരണങ്ങൾക്ക് മുന്നിൽ നിന്നത് CPM-ന്റെ മുതിർന്ന നേതാക്കളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ UDF-ന്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. DCC അധ്യക്ഷനായിട്ടുള്ള പ്രവീൺ കുമാറൊക്കെ CPM-ന്റെ നേതാക്കൾ വീടുകൾ കയറി കോഴിക്കോട് ഒരു മുസ്ലിം MP വേണ്ടേ എന്ന രീതിയിലുള്ള പ്രചാരണം നടത്തിയിരുന്നതായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അല്ല എന്ന് പറയാൻ CPM നേതൃത്വത്തെ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഈ അവസരത്തിലാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് ശേഷം എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രചാരണമാണ് CPM നടത്തിയത് എന്നൊരു വാദവുമായി മുസ്ലിം ലീഗിന്റെ നേതൃത്വം രംഗത്ത് വന്നിട്ടുള്ളത്. നേരത്തെയൊക്കെ ലീഗിനെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയൊക്കെ നടത്തിയ സമയത്ത് മുസ്ലിം ലീഗിന് CPM-ന്റെ ക്ഷണമൊക്കെ കിട്ടിയിരുന്നു. ഈ ഘട്ടത്തിൽ ലീഗ് CPM-നെതിരെ കടുത്ത വിമർശനമായി രംഗത്ത് വന്നിരിക്കുകയാണ്. CPM ഏത് രീതിയിലാണ് പ്രചാരണം നടത്തിയത്? വർഗീയ പ്രചാരണമായിരുന്നു CPM അഴിച്ചുവിട്ടത്. അത് തിരഞ്ഞെടുപ്പ് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തിയെന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളത്. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.